ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കസ്ബയിൽ നിന്ന് തിരിച്ച് തിബ്ലിസിലോട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സൈറ്റ് സീയിങ്ങും ഒക്കെ ഉണ്ട്. നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ആയിരുന്നു. നല്ല തണുപ്പുമാണ്. -4 നിൽക്കുന്നത്. കണ്ട ബാക്കിൽ മഞ്ഞുമല, സൂപ്പറാണ്. കസ്ബേഗിയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇനിയും തിബ്ലിസിലോട്ടാണ് പോകുന്നത്. നല്ല മഞ്ഞായിരുന്നു കസ്ബേഗിയിൽ. ഒക്ടോബർ സമയത്തെ നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പം ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. കസ്ബേഗി പിന്നെ ഇങ്ങോട്ട് മഞ്ഞ് കഴിയാതെ വിടത്തില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് ഗോദാവരിയിലുള്ള പനോരമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. ആ വെളുവെളുത്ത് കിടക്കുന്നതെല്ലാം മഞ്ഞാട്ടോ. -ഡിഗ്രിയിലായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മഞ്ഞൊക്കെ കണ്ടു താഴെയൊക്കെ. അപ്പം അവസാന ദിവസമല്ലേ, നമുക്ക് വാഴകളൊക്കെ ഒന്ന് ഇറങ്ങി മഞ്ഞത്തൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഗോദാവരിയിലുള്ള പനോരമ വ്യൂവിലെത്തി. നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഹാർട്ടിൻ്റെ ചിഹ്നമുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മല കയറി മേളിൽ പോകണം. പനോരമ വ്യൂ. ആക്ച്വലി ഈ പനോരമ വ്യൂ എന്ന് പറയുന്നത് റഷ്യയും ജോർജിയയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് പണിഞ്ഞ ഒരു മോണ്യുമെൻ്റാണ്. ഇത് ഏകദേശം ഒരു 1983 പണി കഴിപ്പിച്ചതാണിത്. കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് അങ്ങനെ ഒരു മോണ്യുമെൻ്റ് പണിഞ്ഞതാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് വന്നേക്കുന്നത് അനാനോരി കാസലിലാണ്. ഇത് വന്നിട്ടൊരു കോട്ടയാണ് കേട്ടോ. പഴയ 17-ാം നൂറ്റാണ്ടിലുള്ള ഒരു കോട്ടയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു റിവറുണ്ട്, അരാഗവി റിവർ.
ഈ റിവറിൻ്റെ തീരത്താണ് ഈ കോട്ട ഉള്ളത്. ഉള്ളിലൊരു ചർച്ച് പോലെയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനാനോയിലെ കാസിലൊക്കെ കണ്ട് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ വന്ന് തിബ്ലിസി ഇപ്പുറത്തെ സൈഡിൽ ചാച്ചയൊക്കെ ഇരിപ്പുണ്ട്. ചാച്ച എന്ന് പറയുന്നത് പട്ടച്ചാരായമാണ് കേട്ടോ, അതിനാണ് ഇവിടെ ചാച്ച എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി സൈഡിലിങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. സോവറിങ്സും നമുക്ക് എന്തെങ്കിലും മെമ്മറബിളായിട്ട് ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ മേടിച്ചിട്ട് പോകും. ഇവിടെ വെച്ചാണ് ഞാനാണെങ്കിൽ നമ്മുടെ ആക്ടർ ബേസിൽ ജോസഫും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതേ ട്രാവൽ പാർട്ട്ണറിനെ തന്നെയാണ് ഇത് എടുത്തത് കേട്ടോ. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞൊന്നുമില്ല.
ഗോഗിൾസ് ഒക്കെ വെച്ചത് കൊണ്ട് നമുക്ക് ആളാരാന്ന് മനസ്സിലായില്ല. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഓയോ ഇത് ബേസിൽ ജോസഫാണെന്ന്. ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളിവിടെ നിന്നൊന്നും മേടിച്ചൊന്നും ഇല്ല. നമ്മൾ കുറച്ച് ഈ മാഗ്നറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് മേടിച്ചു. ജോർജിയയിലെ എല്ലാ കടയിലും കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. വാൾനട്ടിലാണെങ്കിൽ ഇങ്ങനെ ഗ്രേപ്സ്, അനാറ് ഇതെല്ലാം കൂടെ അരച്ച് ഇത് റാപ്പ് ചെയ്ത പോലെ അത് കുറച്ച് നമ്മൾ മേടിച്ചായിരുന്നു കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നമ്മൾ കയറി. പഴയ ഒരു പള്ളി കേട്ടോ. അങ്ങനെ പള്ളിയിൽ കയറിയപ്പോൾ അവിടെ ഒരു മാമോദീസ നടക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ട്. പിന്നെ കുറേ ഈ പള്ളിക്കകത്ത് തന്നെയാണ് കുറേ ബിഷപ്പിനെയൊക്കെ അടക്കിയേക്കുന്നത്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ നമ്മൾ കുറേ എടുത്ത് വൈൻ ഐസ്ക്രീം കണ്ടു. ശരി, നമുക്കിത് ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചൊരെണ്ണം മേടിച്ച്. അത് ഭയങ്കര ഫ്രോസൺ ഐസ്ക്രീം, എന്തോ ഒരു സിറപ്പിൻ്റെ ടേസ്റ്റൊക്കെ. നമ്മളെടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് എടുത്ത് കളഞ്ഞു. നമ്മളിങ്ങനെ ആദ്യമേ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് എൻട്രി ആയപ്പം കുറേ ഫോട്ടോസൊക്കെ നമ്മുടെ എടുത്തായിരുന്നു കേട്ടോ. അതൊക്കെ വന്നിട്ട് ഇവിടെ ഫ്രെയിം ചെയ്ത് ഒരു പ്ലേറ്റ് പോലെ ഇതിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. 25 ലാറിയാണ് ഒരെണ്ണത്തിന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് അവിടെ വാക്കിംഗ് സ്ട്രീറ്റ് കഴിഞ്ഞ് അടുത്ത സ്പോട്ടിൽ വന്നു. അങ്ങനെ നമ്മൾ ജുവാരി മൊനാസ്ട്രിയിലെത്തി. ജുവാരി എന്ന് പറയുന്നത് കുരിശെന്നാണ് അർത്ഥം. ഇത് ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചൊരു മൊനാസ്ട്രിയാണ്. ജോർജിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലാണ് ഈ ചർച്ച് വന്നിട്ട്. ഇവിടെ ഇടയ്ക്ക് ആരാധനയൊക്കെ നടക്കുന്നുണ്ട്. ഈ ജ്വാരി മൊനാസ്ട്രിയുടെ അടുത്ത് തന്നെ 3 റിവർ തമ്മിൽ സംയോജിക്കുന്നൊരു സ്ഥലമുണ്ട്. അതായത് 3 റിവർ എന്ന് പറയുന്നത് അരാഗവി, ഹുറ, മിത്ക്വാറി റിവർ തമ്മിൽ സംയോജിക്കുകയാണ്. പക്ഷേ ഇത് തമ്മിൽ മിക്സ് ആവുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ജ്വാരിയൊക്കെ കണ്ടു കഴിഞ്ഞ് തിബ്ലിസിലെത്തി. ഇനി ഇവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ട്. ഏകദേശം 20 ലാറിയാണ് നമ്മൾ ഒരു ബോട്ട് റൈഡിന് കൊടുത്തത്. അത് ബ്രിഡ്ജ് ഓഫ് പീസ്, മദർ ഓഫ് ജോർജിയ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബോട്ട് റൈഡിങ്ങിൻ്റെ കാഴ്ചകളുമായിട്ട് കാണാം. അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മളിനിയും ബ്രിഡ്ജ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പാലം. ഇതാണ് ജോർജിയ തിബ്ലിസിയിലെ ഏറ്റവും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജാണ്. അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജിലൊക്കെ കയറി കുറേ ഇവൻ്റൊക്കെ നടക്കുന്നുണ്ട്. ഡാൻസുകൾ, പിന്നെ അങ്ങനെ പലതരം ഇവൻറ്റും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ ബ്രിഡ്ജിൽ. അങ്ങനെ കയറി നമ്മൾ ഫോട്ടോസൊക്കെ ഇനി നമ്മൾ പോകുന്നത് മദർ ഓഫ് ജോർജിയ കാണാനാണ്. നമ്മളിങ്ങനെ ഈ കേബിൾ കാറിൽ കയറി പോകണം അത് കാണണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ നൈറ്റ് വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഈ കേബിൾ കാറിൽ ഇരുന്ന് കാണാൻ പറ്റും.
അങ്ങനെ നമ്മൾ മദർ ഓഫ് ജോർജിയയുടെ അടുത്തൊക്കെ എത്തി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ കയറി തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അങ്ങനെ നമ്മൾ ജോർജിയയിൽ കഴിച്ചതിലും ഏറ്റവും നല്ല ഫുഡ് കറിപ്പോട്ട് എന്ന് പറയുന്ന തിബ്ലീസിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ജോർജിയൻ ട്രിപ്പൊക്കെ ഇന്നോടെ കഴിയുവാണ്. നമ്മൾ ഹോട്ടലിൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യും. ചെക്കൗട്ട് ചെയ്തിട്ട് 1:30 നമുക്ക് ഫ്ലൈറ്റാണ് സൗദിയിലോട്ട്. ഇവിടുന്ന് ജോർജിയയിൽ നിന്ന് തിബ്ലിസിയിൽ നിന്ന് ജദ്ദ ടു തബൂക്ക്, അങ്ങനെയാണ്. സൂപ്പറായിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ്. ബായ്. അപ്പം വീണ്ടും ഒരു പുതിയൊരു ട്രാവലായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബായ്. ബൈ പറ.